ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണും സരയും കൂടി ശാരിയെ കാണാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ആൻറ്റി, വേദന കുറവുണ്ടെന്ന് ചോദിച്ചപ്പോഴേക്ക് വേദന ഉണ്ട് മോനെ, കുത്തേറ്റതല്ലേ, അപ്പം അതിൻ്റെതായ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ആൻറ്റി നന്നായിട്ട് റെസ്റ്റ് എടുക്ക്, ഞാൻ സരയുവിനെ ഇപ്പോൾ സൈറ്റിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു, ഞാൻ ഏതായാലും അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും അച്ഛനും കൂടി ആൻറ്റിയെ കാണാൻ വരാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഏതായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പം കിരൺ പോയി കഴിഞ്ഞപ്പോഴേക്കും സരയു നേരെ ശാരിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അതേ ഞാനൊരു കാര്യം പറയട്ടെ, അവളെ കൊല്ലാൻ വേണ്ടിയേ ഞാൻ ഒരാളോട് പറയാൻ പോവുക, എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണമെന്ന്. അത് ആരോടാണെന്നറിയാവോ? എന്നെ പ്രസവിച്ച അമ്മയോട്, അതായത് താരാന്ന് പറഞ്ഞ എൻ്റെ അമ്മയോട് എന്നിങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശാരിക്ക് ഭയങ്കര ടെൻഷൻ തോന്നി. അപ്പം ശാരി ചോദിക്കണം, മോളെ നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതിന് സമ്മതിക്കോ? അവൾ അങ്ങനെ ചെയ്യോ? എനിക്ക് തോന്നുന്നില്ല അവൾ അങ്ങനെ ചെയ്യുമെന്ന്. അവരങ്ങനെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. അഥവാ ഞാൻ പറയുന്നത് അവരനുസരിച്ചില്ലെങ്കിൽ ഇനി അങ്ങനൊരു അമ്മയില്ലാന്ന് ഞാൻ അങ്ങോട്ട് കരുതും. പിന്നെ അവരുടെ കൺമുന്നിൽ പോലും ഞാൻ പോകത്തില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? അതേപോലെ ആയിരിക്കും സംഭവങ്ങളെല്ലാം നടക്കാനായിട്ട് പോകുന്നത്. ഈ വളർത്തമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? ഞാനൊന്ന് വാതിൽ തുറന്നു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വാതിൽ തുറന്നു കൊടുത്തു. അതേപോലെ തന്നെ എൻ്റെ പെറ്റമ്മയും അനുസരിക്കണം. കല്യാണിയെ ഇല്ലാതാക്കാൻ വേണ്ടി എൻ്റെ കൂടെ തന്നെ കൂട്ടു നിൽക്കണം. മോളെ, നീ പറഞ്ഞത് സത്യം തന്നെയാ. എനിക്ക് നീ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. നീ പറയുന്നതിനപ്പുറം പോകുന്നത് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നിനക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാ. നിന്റെ ജീവിതം കഴിഞ്ഞിട്ടേ എൻ്റെ ജീവിതം ഉള്ളു. അതേപോലെ തന്നെ നിന്നെ പ്രസവിച്ച അമ്മയാ താര. അപ്പോൾ താരയ്ക്കും അതേപോലെ തന്നെ ആയിരിക്കും. ആ താരയുടെ മകള് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ താരയുടെ ജീവിതം പോലും. അതായത് നിന്നെ കഴിഞ്ഞിട്ടായിരിക്കും താര വേറെ എന്തും ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് നീ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു തരുവായിരിക്കും. അല്ലേ മോളെ? ചെയ്തു തന്നോലോ അമ്മേ. അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്. കല്യാണിയും കിരണും അവർ രണ്ടുപേരും ഇനി ഒന്നിച്ച് ജീവിക്കാനായിട്ട് പാടില്ല. അവള് കാരണമല്ലേ എൻ്റെ ജീവിതം മുഴുവനും തകർന്ന് തരിപ്പണമായത്. അപ്പോൾ അവളിനി സന്തോഷത്തോടെ ജീവിക്കണം, ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, മോളെ നീ എന്നാലും സൂക്ഷിക്കണം മോളെ. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ അടുക്കള വാതിൽ തുറന്നു കൊടുത്തത്. ലാസ്റ്റ് കുത്ത് കിട്ടിയത് എനിക്കും. ആ കല്യാണിക്ക് കുറച്ച് ഭാഗ്യമുള്ള കൂട്ടത്തിലാണ്. അവൾക്ക് എത്ര പ്രാവശ്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്നിട്ട് അവൾക്കൊരു കൂസലില്ലാതെ അന്തസ്സോടെ അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോളെ നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി അവൾ രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ സംഭവിച്ചാലും എനിക്ക് അവളെ തീർത്തേ മതിയാവുള്ളൂ. പക്ഷേ അത് ഞാൻ തീർത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് എൻ്റെ അമ്മ തന്നെ തീർക്കണം. അവരോട് ഞാൻ പറയും എങ്ങനെയെങ്കിലും അവളെ വിളിച്ച് വരുത്തിയിട്ട് അവളെ അങ്ങോട്ട് തീർക്കാനായിട്ട്. അത് നീ പറഞ്ഞ സത്യം തന്നെയാ. അങ്ങനെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താര ജയിലിൽ പോയിക്കോളൂല്ലോ. അപ്പോൾ പിന്നെ കിരണിനും നിനക്കും ഒരുമിച്ച് തന്നെ ജീവിക്കാം. അല്ലേ മോളെ? അതിനു വേണ്ടി തന്നെയാ. അവർ ജയിലിൽ പോട്ടെന്നേ. ഇനി അവരെ കാത്തിരിക്കാൻ ആരുണ്ട്? അവരുടെ ജീവിതമൊക്കെ തീർന്നതല്ലേ. അപ്പോൾ അവർ അങ്ങനെ തന്നെ ചെയ്യട്ടേന്നേ. ഇത് കഴിഞ്ഞപ്പോഴേക്കും മോളെ, പക്ഷേ എന്നാലും അവളങ്ങനെ ചെയ്യോ? കാരണം അവൾക്ക് കല്യാണി എന്ന് പറഞ്ഞതും ജീവൻ തന്നെയാണ്. നിനക്ക് വേണ്ടി കല്യാണിയെ കൊല്ലാനായിട്ട് അവൾ തയ്യാറാകോ മോളെ? തയ്യാറാകണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. പിന്നെ എനിക്ക് രണ്ടമ്മമാരില്ല, ഒറ്റൊരു അമ്മയുള്ളു. അവരെ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിക്കും. ഇതിട്ടപ്പോഴേക്കും ശാരിക്ക് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഈ സരയുവിൻ്റെ ഏത് തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുന്നതാണല്ലോ ഈ ശാരി. അപ്പോൾ ശാരി എങ്ങനെയെങ്കിലും താരയിൽ നിന്ന് സരയുവിനെ പിരിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയും അതേപോലെ തന്നെ കിരണിനെയാണ്. അപ്പോൾ കിരൺ കല്യാണിയുടെ മുന്നിൽ ചെന്ന് ചോദിക്കുകയാണ്, കല്യാണി അതെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂടുന്നത്? അതെ കിരണേട്ടാ, ഇപ്പം തന്നെ എന്തിനാണ് താരാൻ്റെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്? മോളെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആയി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ താര ആൻറ്റിയോട് ചോദിച്ചു, പക്ഷെ താര ആൻറ്റി മറുപടി പറയുന്നില്ല. സരയും ചോദിച്ചായിരുന്നു, സരയിനോട് മറുപടി പറയുന്നില്ലല്ലോ. അതെ,
ഞാൻ സരയുനോട് ചോദിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ സരയു എന്നോട് പറഞ്ഞത് അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചതാണ്, പക്ഷേ അതൊന്നും പറയുന്നില്ല അമ്മ എന്നൊക്കെയാണ് സരയു എന്നോട് പറഞ്ഞത്. അതെ, അവളോടൊന്നും ഉണ്ടാവില്ല കിരണേട്ടാ. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെയൊക്കെ കിരണേട്ടനോട് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ എന്നാലും ആൻറ്റിയുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങൾ ഒരുപാട് അലട്ടുന്നുണ്ട്, പേടിപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ കല്യാണി. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും താര ആൻറ്റിയെ പോയി കാണണം. എന്നിട്ട് എങ്ങനെയെങ്കിലും ആൻറ്റിയുടെ നാവിൽ നിന്ന് ആ ഒരു സത്യം നമുക്ക് കണ്ടെത്തണം. അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. സരയുവിൻ്റെ കൂടെ ജീവിച്ച നാൾ മുതൽ ആൻറ്റിക്ക് ഇങ്ങനൊരു സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഇടയ്ക്കാണ് ഇത്രയ്ക്കും സങ്കടം വരാനുള്ള കാരണം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം? നമുക്ക് എത്രയും പെട്ടെന്ന് ആൻറ്റിയെ പോയി കാണാം. ശരി കിരണേട്ടാ, നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും നേരെ താരയുടെ വീട്ടിലെത്തിരിക്കുക. അപ്പോൾ താരയോട് കിരൺ ചോദിക്കുകയാണ്, ആൻറ്റിക്ക് എന്താ പറ്റിയത്? ആൻറ്റി എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കല്യാണിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്? മോള് സൂക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അത്രയും മാത്രം പ്രശ്നം എന്താണ്? ആൻറ്റിയുടെ മനസ്സിനെ എന്തോ വല്ലാതെ അലട്ടുന്നുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യമായി ആൻറ്റിയെ ശ്രദ്ധിക്കുന്നു. ആൻറ്റിയോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുമില്ല. സരയും ചോദിച്ചില്ലേ ആൻറ്റിയോട്? എന്നിട്ട് ആൻറ്റി വല്ലതും പറഞ്ഞോ? ആൻറ്റി എന്തെങ്കിലും പേടിപ്പെടുത്തുന്നുണ്ടോ? കല്യാണിക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് ആൻറ്റിക്ക് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ താര പറയുകയാണ്, ഇല്ല അത് എന്ന് പറഞ്ഞിട്ട് കയ്യാങ്ങം കാണിച്ചു കൊടുക്കുകയാണ്. എന്താ ആൻറ്റി പറഞ്ഞത്? സ്വപ്നം കണ്ടെന്നോ? എനിക്ക് അപകടം വരുന്നത് പോലെ ആൻറ്റി സ്വപ്നം കണ്ടോ എന്നാണോ പറയുന്നത്? അതെ എന്ന് താര അവിടെ പറയുമ്പോൾ, അത് ശരി, അപ്പം അതുകൊണ്ടാണല്ലേ ആൻറ്റി എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്താ ആൻറ്റി, അതൊക്കെ ഒരു സ്വപ്നമല്ലേ? സ്വപ്നം കാണുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ. അതിന് ആൻറ്റി ഇങ്ങനെ പേടിച്ച് വല്ലാത്തൊരവസ്ഥയിലാകേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഈ ഒരു പേടി നിസ്സാരമല്ലല്ലോ ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ, അത് അത്രയ്ക്ക് കണക്ക് കൂട്ടിയാൽ മതിയെന്നും പറയാം. മോൾ എന്നാലും സൂക്ഷിക്കണം, ശത്രുക്കൾ തീർന്നിട്ടില്ലല്ലോ എന്ന് താര പറയാണ്. ശത്രുക്കൾ ഉണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ എന്നും പറഞ്ഞ് ആൻറ്റി ഇങ്ങനെ പേടിച്ച് ആൻറ്റിയുടെ ജീവിതം ഇല്ലാതാക്കല്ലേ. ആൻറ്റിക്ക് വല്ല അസുഖവും വരില്ലേ ഇങ്ങനെ പേടിച്ച് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? അപ്പോൾ കിരണും പറയണം, അതെ കല്യാണിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതൊക്കെ ഓക്കെ, പക്ഷേ ആൻറ്റി ഇങ്ങനെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിലാകരുതെന്നൊക്കെ പറയുമ്പോൾ, ഇല്ല മോളെ, നിങ്ങൾ സന്തോഷത്തോടെ പോയിക്കോ, ഇനി എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടെ ഇവർ രണ്ടുപേരെയും പറഞ്ഞു വിടുകയാണ്. പക്ഷെ അപ്പോഴും താരയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം യഥാർത്ഥ ശത്രു കൺമുന്നിൽ തന്നെ ഇരിക്കുകയാണല്ലോ സരയു. അപ്പോൾ സരയുവിനെ കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് സങ്കടം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടി രതീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രതീഷ് പറയാണ്, അവളെ സരയു അവൾ അത്ര വെടിപ്പൊന്നും അല്ല, അവളെ ശരിക്കും സംശയിച്ചേ മതിയാവുള്ളൂ. ഇത് കേട്ട് നമ്മുടെ കാദംബരി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രതീഷ് ഏട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കല്യാണി. അപ്പോൾ അതിലെന്തൊക്കെയോ ഉണ്ടല്ലോ. അപ്പോൾ കല്യാണി ആണെങ്കിൽ അതെ രതീഷൻ്റെ തലയ്ക്ക് വട്ടായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്, അല്ലാതെ ഇങ്ങനെ ആരെങ്കിലും സംശയിക്കോ എന്ന് ചോദിക്കുകയാണ്. ചേട്ടാ എൻ്റെ പൊന്ന് കല്യാണി, ഞാൻ പറയുന്നത് മുഴുവൻ സത്യം തന്നെയാണ്. അപ്പോൾ കാർത്തിക ആണെങ്കിൽ അതെ സരയുവിൻ്റെ കാര്യത്തിൽ എനിക്കും ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്. എന്തിനാ കാർത്തിക ചേച്ചി സരയുവിനെ സംശയിക്കുന്നത്? അവളെക്കുറിച്ച് ഇനി യാതൊരു സംശയവും വേണ്ട. അവളുടെ സ്വഭാവം അപ്പാടെ മാറിയതാണ്. അതെ കല്യാണി, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് തന്നെ പറയട്ടെ. കല്യാണി താര ആൻറ്റിയുടെ അടുത്തേക്ക് ചെന്നു, ഈ ഷാരി ആൻറ്റിയുടെ അടുത്തേക്ക് ചെന്നു. ഷാരി ആൻറ്റിയുടെ അടുത്തേക്ക് ചെന്ന് അന്ന് രാത്രിയാണ് കല്യാണിയെ കൊല്ലാനായിട്ട് ഒരാൾ അവിടെ കയറിയത്. ശരിക്കും പറഞ്ഞാൽ ആ അടുക്കള വാതിൽ ആര് തുറന്നു കൊടുത്തെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് താര ആൻറ്റിയാണെന്ന് തന്നെ ഷാരി ആൻറ്റി തന്നെയാണെന്നാണ് എൻ്റെ ഒരു സംശയം. ഇത് കേട്ട കിരണാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക എൻ്റെ രതീഷേ. ഷാരി ആൻറ്റിയോ കഥ തുറന്നു കൊടുക്കാനായിട്ട് പോകുന്നത്? അങ്ങനെയൊന്നുമില്ല, അവരൊന്നും അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലല്ലേ അവർ രണ്ടുപേരും കഴിയുന്നത്, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യോ? കിരൺ സാറ് പറഞ്ഞത് സത്യം തന്നെയാ, നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഷാരി ആൻറ്റി കഴിയുന്നത്. പക്ഷേ മകൾക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഒരുങ്ങി നടക്കുന്ന ഒരു അമ്മയാണ് ഈ ഷാരി ആൻറ്റി. അച്ഛനോ അതേപോലെ ആയിരുന്നല്ലോ. അതുകൊണ്ട്
അയാളുടെ അവസാനം കണ്ടില്ലേ? ഇപ്പോൾ ഈ ശാരി ആൻറ്റിക്ക് വരെ കുത്തേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്തു. അവൾക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കേ. എനിക്കിപ്പോൾ അതിലൊന്നും ഒരു സംശയവുമില്ല. സരയു ശരിക്കും മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സരയു കണ്ടില്ലേ, മനോഹറുമായിട്ടുള്ള ഒരു പിണക്കവും ഇല്ലെന്ന് പറഞ്ഞിരിക്കുക. ഇനി എങ്ങനെയെങ്കിലും മനോഹർ പുറത്തിറങ്ങുമ്പോൾ അവർ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനാണ് ഞങ്ങളുടെ മനസ്സിൽ. അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരണ്ട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സരയുവിനെ സംശയമാണ്. അവളുടെ പണ്ടത്തെ കാലഘട്ടങ്ങളൊക്കെ അറിയാലോ, എങ്ങനെയാണ് അവൾ ജീവിച്ചതെന്നും അവളുടെ രീതി എന്താണെന്നൊക്കെ അറിയാലോ. അത്ര പെട്ടെന്നൊന്നും അവൾ ആ ജീവിതത്തിൽ നിന്ന് മാറാനായിട്ട് പോകുന്നില്ല. പിന്നെ മനോഹറിൻ്റെ മാറ്റം അത് വിശ്വസിക്കാം. കാരണം നമുക്ക് വേണ്ടിയാണ് ആ ഗംഗാപ്രസാദിനെ കൊന്ന് അവൻ വീണ്ടും ജയിലിലേക്ക് പോയത്. അതൊക്കെ. പക്ഷേ സരയു അങ്ങനെയല്ല. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തീ കനൽ എരിഞ്ഞടുങ്ങുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് അവളുടെ നോട്ടത്തിൽ തന്നെ മനസ്സിലായ കാര്യമാണ്. നിങ്ങൾ പിന്നെ പാവങ്ങൾ, നിങ്ങളുടെ മനസ്സ് നല്ല മനസ്സായതുകൊണ്ട് ആരെങ്കിലും ചിരിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ പോകും. ഇതാണ് നിങ്ങളുടെ ഒരു സ്വഭാവ ഗുണം. അതൊക്കെ സരയുവിനും നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് അവൾ അത് മുതലാക്കും. എനിക്ക് കല്യാണിയുടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, കല്യാണിയെ സൂക്ഷിക്കുക. അവൾ അത്രേ വെടിപ്പുള്ള കൂട്ടത്തിലുള്ള അല്ല എന്നൊക്കെ പറയുമ്പോൾ കാർത്തിയും കാദംബരിയും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ദേ കിരണേ, കല്യാണി, നിങ്ങളൊക്കെ സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പോഴും ശത്രുക്കൾ ഒളിഞ്ഞ് ഇരിക്കുന്നുണ്ട്, അത് സൂക്ഷിച്ചേ മതിയാവുള്ളെന്നും. ശരി, ഞങ്ങൾ സൂക്ഷിച്ചോളാം. ഏതായാലും സരയുവിനെ അവിശ്വസിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ തീർപ്പ് പറയുക. ഇതേ സമയം തന്നെ നമ്മുടെ സരയു ആണെങ്കിൽ താരയുടെ മുന്നിലെത്തിരിക്കുക. അപ്പം താര ഒരു ഗ്ലാസ് ചായയായിട്ട് ഈ സരയുവിന് കൊടുക്കുക. അപ്പം സരയു അത് ചായ മേടിക്കുന്നുണ്ട്. ചായ മേടിച്ച ഉടനെ തന്നെ ആ ചൂട് ചായ പാവം താരയുടെ മുഖത്തേക്ക് ഒറ്റ വലിച്ചെറിയല. താരയാണെങ്കിൽ പൊള്ളി നാശമായിട്ട് മുഖമൊക്കെ ഇങ്ങനെ തൂക്കുക. ഭയങ്കര കരച്ചില പാവം അമ്മ. അപ്പോൾ എന്താ നിങ്ങളുടെ മുഖത്ത് ഞാൻ ഈ ചൂട് ചായ ഒഴിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നിങ്ങളെന്താ രക്ഷകയാകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണോ? ഇന്നേ ആ കല്യാണിയുടെ അവസാനം കണ്ടാനായിരുന്നു ഞാൻ. ആ ടെറസിൻ്റെ മേളിൽ വെച്ച് ഞാൻ അവളെ തള്ളി താഴെ ഇട്ടാനായിരുന്നു. നിങ്ങളുടെ മെസ്സേജ് അല്ലേ എപ്പോഴെപ്പോഴും. അതുകൊണ്ട് കറക്റ്റ് സമയത്താ കിരൺ അവിടെ എത്തിയത്. കിരൺ എത്തിയില്ലായിരുന്നെങ്കിൽ കിരണിൻ്റെ ജീവിതത്തിൽ നിന്നും കല്യാണി എന്ന് പറഞ്ഞ ബാധ തീർന്നു പോയാനായിരുന്നു. അത് നിങ്ങൾ നശിപ്പിച്ച് കുളിച്ചില്ലേ? അതിനു വേണ്ടി തന്നെയാണ് നിങ്ങളുടെ മുഖത്ത് ഞാൻ ചൂട് ചായ ഒഴിച്ചത്. എൻ്റെ കൂടെ നിന്നിട്ട് നിങ്ങൾ അവൾക്ക് സപ്പോർട്ട് ചെയ്താണോ? അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം കാണിച്ചു വിടുന്നത്? ഇതൊക്കെ ശരിയായ കാര്യമല്ല. എനിക്ക് കല്യാണിയെ ഇഷ്ടമല്ല. എനിക്ക് അവളെ നശിപ്പിക്കണം. എന്നിട്ട് ഞാനും കിരണും സന്തോഷത്തോടെ ജീവിക്കണം. അത് കാണാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഞാൻ നിങ്ങളുടെ മകളല്ലേ? എന്നിട്ട് പോലും ആ ഒരു പരിഗണന പോലും നിങ്ങൾ എൻ്റെ മുന്നിൽ കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ താരയിരുന്ന് ഇങ്ങനെ കരച്ചില്ല. ഇവൾ എന്തൊക്കെ ഭ്രാന്താണ് ഈ പറയുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു പിടിയില്ല. ഇനിയേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ എനിക്കത് അത് ചെയ്തു തരണം. എന്നാന്നറിയാവോ? നിങ്ങൾ വിളിച്ചാ കല്യാണി ഇവിടെ വരും. അപ്പോൾ കല്യാണി അങ്ങനെ വരാൻ നേരത്ത് കല്യാണിക്ക് കുടിക്കാൻ കൊടുക്കുന്ന ജ്യൂസില്ലേ, അതിനകത്ത് എന്തെങ്കിലും വിഷപ്പൊടി കലർത്തിയാൽ മതി. ആ പൊടി ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടുവരാം. അതെങ്ങനെയെങ്കിലും കലയ്ക്ക് നിങ്ങൾ കല്യാണിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. അവൾ അങ്ങോട്ട് തീർന്ന് കിട്ടിക്കോളും. പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ ജയിലിൽ പോകാനും തയ്യാറല്ലേ? നിങ്ങൾ എൻ്റെ അമ്മയല്ലേ? അപ്പം നിങ്ങൾ ജയിലിൽ പോ. എന്നിട്ട് എനിക്കും കിരണും ഒരു ജീവിതം ഉണ്ടാക്കി താ. അങ്ങനെയെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുക. അല്ലാതെ കല്യാണിക്ക് ആപത്താണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കല്ലേ. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. പിന്നെ നിങ്ങൾ എന്നെന്ന് പറഞ്ഞ വ്യക്തിയെ കാണില്ല. പിന്നെ എൻ്റെ മോളുടെ കാര്യം, അവൾ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ്. അവൾക്ക് ഒരാപത്തും പറ്റില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. പിന്നെ എൻ്റെ കാര്യം, എനിക്കെല്ലാം നഷ്ടപ്പെട്ടതാ. അപ്പോൾ പിന്നെ ഞാൻ ജീവിച്ചിരിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ പറയുക. ഇത് കേട്ട താരയ്ക്കാണെങ്കിൽ പേടിയും തോന്നിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളങ്ങോട്ട് ചെയ്താൽ മതി. നിങ്ങൾ കല്യാണിയെ കൊല്ലാനുള്ള പ്ലാനെല്ലാം ഒരുക്കി വെക്ക്. എൻ്റെ വളർത്തമ്മയില്ലേ, അമ്മ എനിക്ക് വേണ്ടി മരിക്കാൻ വരാൻ തയ്യാറാണ്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ചെറിയൊരു കാര്യം പോലും ചെയ്യാനായിട്ട് തയ്യാറാണോ? നിങ്ങൾ ഇല്ലല്ലോ. നിങ്ങൾ അത് ചെയ്തേ മതിയാവുള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ?
എന്നും പറഞ്ഞുകൊണ്ട് സരയു ഒരു ഭ്രാന്ത് പിടിച്ച രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ സരയു നേരെ ഈ ശാരിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം ശാരിയോട് കാര്യങ്ങളെല്ലാം പറയാം. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, കല്യാണിക്ക് ജ്യൂസ് കൊടുക്കാൻ കൊടുക്കുന്ന അതിൽ ഇത്തിരി വിഷപ്പൊടി കലർത്തണമെന്ന്. അവരത് ചെയ്യുമായിരിക്കും മോളെ. എനിക്ക് തോന്നുന്നില്ല മോളെ അവരത് ചെയ്യുമെന്ന്. കാരണം അവർക്ക് അതിനെ കൊണ്ട് കഴിയില്ല. അവർ കല്യാണിയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം നീ പറയുന്നതിനനുസരിച്ച് കല്യാണിക്ക് വിഷമൊക്കെ കലർത്തി അവർ കൊടുക്കുകയൊന്നുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും കല്യാണിക്ക് അപകടം വരുന്ന കാര്യം അവർ മെസ്സേജ് അയക്കില്ലായിരുന്നു. അത് അമ്മ പറഞ്ഞ സത്യം തന്നെയാ. അവരെനിക്കിപ്പോൾ ഒട്ടും വിശ്വാസമില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് മോളെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും മോളെ? എന്ത് ചെയ്യാനായിട്ട്? ഞാൻ പറഞ്ഞതുപോലെ തന്നെയായി കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. ഇനി അഥവാ എനിക്ക് കിരണോടൊത്ത് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും കല്യാണിയും കിരണും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അതെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് കല്യാണി ഇനി കിരണോടൊപ്പം ജീവിക്കില്ല. അത് ഞാൻ ഉറപ്പിച്ച കാര്യം തന്നെയാണ്. ഇനി പറ്റിയില്ലെങ്കിൽ അവളെ ഞാൻ തന്നെ അങ്ങോട്ട് തീർത്ത് കളയും. പക്ഷേ ആർക്കും ഒരു സംശയം തോന്നാനായിട്ട് പാടില്ല. ഇനി കഥ അങ്ങോട്ട് മാറ്റി പിടിക്കണം. കാരണം ഞാനിപ്പോൾ മനോഹറിനോട് പിണക്കമില്ല എന്ന് വരുത്തി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ എൻ്റെ അനുമതിയോട് കൂടി തന്നെ എൻ്റെ മകളെ കൊണ്ട് മനോഹറിനെ കാണിക്കുന്നത്. ഇനി എനിക്കൊന്ന് ജയിലിലേക്കൊന്ന് പോകണം, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ മുന്നിലേക്ക്. മോളെ അത്രയൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണം, അത്രയൊക്കെ വേണം. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എനിക്ക് ഇങ്ങനൊരു കളി കളിച്ചേ മതിയാവുള്ളൂ എന്ന് സരയു പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.